നമസ്കാരം. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. BSP നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെയാണ് തമിഴ്നാട് പോലീസ് വെടിവെച്ച് കൊന്നത്. ഒരാഴ്ചയ്ക്കിടെ മാത്രം ഇത് രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ചെന്നൈ മാധവാരത്ത് വെച്ചാണ് ആംസ്ട്രോങ്ങിന്റെ കൊലക്കേസിലെ പ്രതിയായ ഗുണ്ടാ നേതാവ് തിരുവേങ്കടത്തെ പോലീസ് വെടിവെച്ച് കൊന്നത്. ഗുണ്ടകളോട് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുമെന്ന് പുതിയ ചെന്നൈ കമ്മീഷണർ പറഞ്ഞിരുന്നു. ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ സന്ദീപ് റായ് റാത്തോഡിനെ സ്ഥലം മാറ്റുകയും പുതിയ കമ്മീഷണറായി ലോ ആൻഡ് ഓർഡർ ADGP A അരുണിനെ നിയമിക്കുകയുമായിരുന്നു. തമിഴ്നാട് പോലീസ് ട്രെയിനിംഗ് കോളേജ് DGP ആയിട്ടായിരുന്നു സന്ദീപ് റായ് റാത്തോഡിനെ നിയമിച്ചത്. തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു ഏറ്റുമുട്ടൽ കൊല നടന്നത്. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിയുതിർക്കേണ്ടി വന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാരും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുച്ചിറപ്പള്ളി പുതുക്കോട്ടയിൽ ഗുണ്ടാ നേതാവ് ദുരൈയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. തിരുച്ചിറപ്പള്ളി പുതുക്കോട്ടെ ആലങ്കുടിക്ക് സമീപം വനമേഖലയിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. വനമേഖലയിൽ ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്നത് അറിഞ്ഞായിരുന്നു പോലീസ് ഇവിടെ എത്തിയത്. ഇൻസ്പെക്ടറെ വെട്ടിയപ്പോൾ പ്രാണരക്ഷാർത്ഥം വെടിവെക്കുകയായിരുന്നുവെന്നായിരുന്നു ഈ കൊലപാതകത്തിൽ പോലീസിന്റെ വിശദീകരണം. 5 കൊലക്കേസ് അടക്കം 69 കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ദുരൈ. പരിക്കേറ്റ പോലീസുകാരന്റെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിരുന്നു. വനമേഖലയിൽ ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നെത്തിയ പോലീസ് സംഘമായിരുന്നു ശിക്ഷ നടപ്പാക്കിയത്. ഇൻസ്പെക്ടർ മുത്തയെ വാക്കത്തികൊണ്ട് ദുരൈ വെട്ടിയെന്നും പ്രാണരക്ഷാർത്ഥം വെടിയുതിർക്കേണ്ടി വന്നു എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ദുരൈയുടെ നെഞ്ചിനും കാലിനുമായിരുന്നു വെടിയേറ്റത്. തമിഴ്നാട്ടിലെ ഏറ്റുമുട്ടൽ കൊലകൾ കൂടുന്നതിൽ ഹൈക്കോടതി അമർഷം രേഖപ്പെടുത്തി ആഴ്ചകൾക്കുള്ളിലാണ് ഈ 2 സംഭവം ഉണ്ടായിരിക്കുന്നത്. ദുരൈയുടെ ഏറ്റുമുട്ടൽ കൊലയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ തിരുവേങ്കടത്തെയും വെടിവെച്ച് കൊന്ന സംഭവം ഉണ്ടായത്. രാത്രി 7:30 ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 6 അംഗ സംഘമായിരുന്നു ആംസ്ട്രോങ്ങിനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇതിനുശേഷം പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ചെന്നൈ പെരുമ്പൂരിലെ സതേപ്പൻ സ്ട്രീറ്റിലുള്ള ആംസ്ട്രോങ്ങിന്റെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. 47-കാരനായ ആംസ്ട്രോങ് വീടിന് സമീപം സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്നതിനിടയിലായിരുന്നു 6 അംഗ സംഘം മാരകായുധങ്ങളുമായി എത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വെട്ടുകത്തിയും അരിവാളും വീശിയതോടെ ആംസ്ട്രോങ്ങിനൊപ്പമുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണം ചെറുക്കാൻ ശ്രമിച്ചവരെ ഭീഷണിപ്പെടുത്തി. നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോൾ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ആംസ്ട്രോങ്ങിനെയാണ് കാണുന്നത്. ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അഭിഭാഷകനായ ആംസ്ട്രോങ് നിയമബിരുദം നേടിയതിന് പിന്നാലെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ 8 ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 2006 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആംസ്ട്രോങ് വിജയിച്ചിരുന്നു. ഭാര്യ മകളുമുണ്ട്. DMK ഭരണത്തിൽ ക്രമസമാധാന നില തകരുകയാണെന്ന് AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി പറഞ്ഞു. കൊലപാതകം അന്വേഷിക്കാനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പ്രത്യേക സംഘം വേണമെന്ന് VCK മേധാവി തോൽ തിരുമാളവനും ആവശ്യപ്പെട്ടു. ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് UP മുൻ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായ മായാവതിയും രംഗത്ത് വന്നിരുന്നു. ആംസ്ട്രോങ്ങിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നൈയിലെത്തിയ മായാവതി യഥാർത്ഥ പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സ്റ്റാലിൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ പിടികൂടിയിരിക്കുന്നത് യഥാർത്ഥ പ്രതികളല്ലെന്നും മായാവതി ആരോപിച്ചു. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമാണെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്ത് ദളിത് വിഭാഗങ്ങൾ സുരക്ഷിതരല്ല. സർക്കാർ ക്രമസമാധാന നില പരിപാലിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം. സംഭവത്തിൽ തമിഴ്നാട് സർക്കാരിൽ നിന്ന് നീതി ലഭ്യമാകുന്ന ഉറപ്പില്ലെന്നും മായാവതി ആരോപിച്ചിരുന്നു. വിഷയത്തിൽ BSP നിശബ്ദത പാലിക്കില്ലെന്നും സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ആംസ്ട്രോങ്ങിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ചേർന്ന യോഗത്തിൽ മായാവതി വ്യക്തമാക്കിയിരുന്നു. പ്രവർത്തകരോട് സംയമനം പാലിക്കാനും മായാവതി ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ ഗുണ്ടാ നേതാക്കളുടെ ആക്രമണത്തിൽ രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുന്നതും ഇതാദ്യമായിട്ടല്ല. ശിക്ഷയും വിചാരണയും ഗുണ്ടാ സംഘങ്ങൾ നേരിട്ട് വിധിക്കുമ്പോൾ പോലീസും സർക്കാരും നോക്കുകുത്തിയാകുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്.